സാധാരണ എണീക്കുന്നതിലും നല്ല നേരത്തെയാണ് ഇതിൻ്റെ ദിവസം നമ്മൾ എണീറ്റത്. കാരണം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ വീട്ടിലെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാ പണിയും തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം നിൽക്കാൻ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഗസ്റ്റ് വരിക, നമുക്ക് പോകാനുള്ളിടത്ത് പോവുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചിക്കൻ പൊരിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ തലേന്ന് രാത്രി റെഡിയാക്കി വെച്ച കസ്റ്റേർഡ് മിൽക്കിലേക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചതേനി, അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കേക്കൊക്കെ കൂട്ടി ചായ കുടിച്ചു. അത് കഴിഞ്ഞ് അയൺ ചെയ്യാനുള്ള ആൾക്ക് ഇഷ്ടംമാതിരി ഉണ്ടായിന്, അതെല്ലാം അയൺ ചെയ്ത് അപ്പോഴത്തേനും ഇപ്പം എല്ലാം മാറ്റി സെറ്റായി റെഡി ആയിട്ട് പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 6:30 തന്നെ ഇപ്പോൾ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. 7:30 നിസ്കാരം തുടങ്ങുക. ഇപ്പോൾ പോണ വഴിയിലാണ് ഷമ്മുവിൻ്റെ വണ്ടിയിൽ എന്തോ ഒരു കവർ കണ്ട് നോക്കിയപ്പോൾ അതിൽ ഇന്നലെ രാത്രി ഞാനോ മറന്നു വെച്ചാൽ ലെസ്സിൻ്റെ 2 പാക്കറ്റ് ഇട്ട് അത് എൻ്റെ കയ്യിലെടുത്ത് തന്ന് ഇപ്പോൾ പോയി. അത് കഴിഞ്ഞ് സമ്മു മാറ്റി റെഡിയായി, ഫത്തു മാറ്റി റെഡിയായി, കുളിച്ചൊക്കെ മാറ്റി റെഡിയായി. അവർ രണ്ടാളും പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ആയിഷ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മാറ്റിയിട്ടൊന്നുമില്ല. ആമിനെ കുളിപ്പിക്കാനുണ്ട്, ഒക്കെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഞങ്ങൾ ബീഫ് മന്തിയാണ് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യം അതൊക്കെ ദമ്മാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുക്ക് ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസും സ്പൂണൊക്കെ ഞങ്ങൾ തലേന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ആൾക്കാർ വരും, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളെ വീട്ടിലെ ഗ്ലാസ്സൊന്നും ചിലപ്പോൾ തികഞ്ഞോളണമെന്നില്ല. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് കുറച്ചൊരു ട്രെയിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫത്തുവിനും ആയിഷുവിനും ഓരോ ഗ്ലാസ് കൊടുത്ത് അത് കഴിഞ്ഞ് എൻ്റെ ആമിക്കുട്ടീനെ കുളിപ്പിച്ച് മാറ്റിയൊക്കെ റെഡിയാക്കി. അവളെ ഡ്രസ്സൊന്ന് നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞപ്പം ആളൊന്ന് തിരിഞ്ഞ് നിന്നാട്ടോ. മുടിയിലുള്ളത് തലേന്ന് അവളെ മമ്മ വന്ന സമയത്ത് കൊണ്ടുകൊടുത്തതാണ്. കുറേ ക്ലിപ്പ്, ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഫുള്ള് ഇടണം എന്നൊക്കെയുള്ള ഭയങ്കര നിർബന്ധം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഡ്രസ്സൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് കേട്ടോ ഈ ഒരു കളി. കാരണം അവൾ ഡ്രസ്സ് കാണിച്ചു തരികയാണ്, ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയൊക്കെയാണത്. അപ്പോൾ ഈ ഡ്രസ്സ് കുറേ ആയിട്ട് എൻ്റെ കയ്യിൽ, ഈ ടോപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, മാക്സിന്ന് എടുത്തതാണ്. അപ്പോൾ ഏത് ട്രൗസറിലേക്കായാലും സ്കേർട്ടിലേക്കൊന്നും സൂട്ടാവാത്ത പോലെ ഉണ്ടേനി. അങ്ങനെ ഞാൻ അതിന് ആ വെൽവെറ്റ് ക്ലോത്ത് തന്നെ പിന്നെ അതേ ക്ലോത്ത് മേടിച്ചിട്ട് പലാസോ പാൻറ്റ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അത് ഇപ്പം എനിക്ക് അത് കുഴപ്പമില്ല, ഒരു ഓക്കെ ആണെന്ന് തോന്നിട്ടോ. പിന്നെ ഷമ്മുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർക്ക് കസ്റ്റേർഡ് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ചാലിയത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ എന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ജങ്കാറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച ആരും ഉണ്ടാവില്ല, കാരണം നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഞങ്ങളും ചെന്ന് കുറേയൊക്കെ ഫോട്ടോ എടുത്ത്. പിന്നെ അവിടെ വെയിലുകൊണ്ട് അധികം നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നിട്ടാ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ ചോറൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ബാക്കി എല്ലാവരും എങ്ങോട്ടും പോവുള്ളൂ. അപ്പോൾ അവരെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇതൊക്കെ കഴിച്ച് പോയി. പിന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ എൻ്റെ അനിയത്തീൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവിടേക്ക് പോകണം. ഞാനും ഉമ്മയും മക്കളും മാത്രമേ പോകണുള്ളൂ. മറ്റു അനിയന്മാരും ഉപ്പയൊക്കെ വേറെ വേറെ പല വഴിക്കുമാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർ നല്ല ചിക്കൻ ബിരിയാണിയും അതേപോലെ നല്ല പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് കസ്റ്റേർഡ് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടേനി അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് അവൾ പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. കാരമൽ പുഡിങ്ങോ ക്യാരറ്റ് പുഡിങ്ങോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. അവർ പൊതുവേ ഷുഗർ കഴിക്കാത്ത ആൾക്കാരാണ്, ഷുഗർ കഴിക്കില്ല. അപ്പം അവരെ പുഡിങ്ങിലൊക്കെ കുറച്ച് നമ്മളെ സംബന്ധിച്ച് കുറച്ച് പഞ്ചസാര കുറവാണ് കേട്ടോ ഉണ്ടാവുക. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ബിരിയാണിയും പുഡിങ്ങൊക്കെ സൂപ്പറായിട്ടുണ്ടായിനി. ഞങ്ങളതൊക്കെ കുറച്ച് കഴിച്ച് പിന്നെ അവൾ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഗോതമ്പ് പായസം. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അത് കഴിച്ച് അടിപൊളിയായിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ നേരെ അവളെയും കൂട്ടി നെസ്റ്റോയിലേക്ക് പോയി. എൻ്റെ നുനുമക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവൾക്കൊരു ഉടുപ്പ്, എനിക്കിഷ്ടമുള്ളൊരു ഉടുപ്പ് ഒക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്ത്. അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വേറെ പല കാര്യത്തിനും ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കണേന് അവിടെ കഴിഞ്ഞിട്ടാണ്. നല്ല പാട്ടൊക്കെ ഉണ്ടായിന്, സൂപ്പറായിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. പക്ഷെ അതൊന്നും കുറേ നേരം കണ്ടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ആ ഡ്രസ്സ് കൊടുത്ത് ഞങ്ങൾ നേരെ നെസ്റ്റോൻ്റെ അടുത്തുള്ളൊരു ചായക്കട, ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിന്. അവിടെ പോയിട്ട് നല്ല പക്കാവടയും കോഫിയൊക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക്.